ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നിരിക്കുന്ന സ്റ്റോക്സുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യം തന്നിരുന്ന സ്റ്റോക്സ് LTTS ആയിരുന്നു. അപ്പോൾ LTTS മാർക്കറ്റ് നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തത്. ആ ലെവൽസിന് താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരാണ് ചെയ്തത്. അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ തന്നിരുന്നത് ബജാജ് ഫിനാൻസ് ആയിരുന്നു. അപ്പോൾ ബജാജ് ഫിനാൻസ് നമ്മുടെ ലെവൽസിന് താഴെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ലെവൽസിന് ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് നോക്കാം. അതായത് 6835 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ് സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല, ഈ ഒരു 6000 ലെവൽ താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ ഒരു ഡൗൺ സൈഡിനും ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നാളെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ബജാജ് ഫിനാൻസ്. പിന്നെ തന്നിരുന്നത് സൺ ടി വി ആണ്. അപ്പോൾ സൺ ടി വി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മുടെ ലെവൽസിന് താഴെയാണ് ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലെവൽസിന് താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺ സൈഡിന് ചാൻസ് ഉണ്ടെന്ന്. കണ്ടോ, താഴെ വന്നു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് വന്നു, വീണ്ടും നമ്മുടെ ലെവൽ ടച്ച് ചെയ്തു, താഴേക്ക് വന്നു, വീണ്ടും ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. കണ്ടോ, നമ്മുടെ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സൺ ടി വിയിൽ നമ്മുടെ ലെവൽസ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് 660, 657 ലെവൽ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഈ ലെവൽസ് ബ്രേക്ക്, അതായത് 660 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അപ് ട്രെൻഡിന് ചാൻസ് ഉള്ളൂ. ഇനി അടുത്തത് ബയോകോൺ ആയിരുന്നു. ബയോകോൺ ഓപ്പണിംഗ് നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. പക്ഷേ അടുത്ത ക്യാൻഡിൽ തന്നെ സെൽ പ്രഷറാണ് വന്നിരുന്നത്. ആ സെല്ലിങ്ങിൽ നമ്മുടെ ഈ ലെവൽസിൽ താഴെ ബ്രേക്ക് ഔട്ട് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, താഴേക്ക് വരാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസവും വേണമെങ്കിൽ ഈ ലെവൽസ് നമുക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. 312, 310 ലെവൽ. അപ്പോൾ ഇനി 312 ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു അപ് ട്രെൻഡ് ഉള്ളൂ. പിന്നെ തന്നിരുന്ന സ്റ്റോക്ക് അശോക് ലൈലൻഡ് ആയിരുന്നു. അപ്പോൾ അശോക് ലൈലൻഡ് ക്ലോസിംഗ് ടൈമിലാണ് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്നത് 185 ലെവൽ. അപ്പോൾ അടുത്ത ദിവസം ഈ 155 ലെവൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡ് ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഒരു അപ്പ് സൈഡിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അതല്ല മാർക്കറ്റ് ഇപ്പോൾ 184 ലെവലാണ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്കാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അശോക് ലൈലൻഡും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ ഡെറിവേറ്റീവ് അനാലിറ്റിക്സ് എന്നൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OI ട്രെൻഡ് ന്യൂ ഷോർട്ട് അല്ലെങ്കിൽ ന്യൂ ലോങ് പൊസിഷൻ വരണം. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വരണം. പിന്നെ വോളിയം ഡെലിവറി 2x മുകളിൽ വരണം. അപ്പോൾ നമുക്ക് ആദ്യം അപ്പോളോ ഹോസ്പിറ്റലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നമ്മുടെ കണ്ടീഷനൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷോർട്ട് പൊസിഷനാണ്, 21% ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, 9.9x വോളിയവും 7.8x ഡെലിവറി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോളോ ഹോസ്പിറ്റൽ. നമുക്ക് എൻ്റെ ഓപ്ഷൻ ചെയ്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോളോ ഹോസ്പിറ്റൽ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 5968 ലെവലാണ്. അപ്പോൾ ഈ ലെവൽസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഈ ഒരു OI പ്ലസ് ഓർ മൈനസ് ക്ലിക്ക് ചെയ്യാം. അപ്പം കൂടെ കാണാൻ സാധിക്കും 6000 സ്ട്രൈക്കിൽ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് 6000 ലെവൽ മാർക്ക് ചെയ്യാം അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ. ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. 6032. ഇപ്പോൾ 6000ഉം 6032 ആണ് അപ്പോളോ ഹോസ്പിറ്റലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പോൾ അടുത്ത ദിവസം ഈ 6032 ബ്രേക്ക് ചെയ്യാണ്ട് താഴേക്ക് വരാണെങ്കിൽ ഒരു ഡൗൺ സൈഡിന് ചാൻസ് ഉണ്ട്. അതല്ല 6032 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് അപ്പ് സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് SBI കാർഡാണ്. ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്, 19% മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, 4.8x വോളിയവും 5.2x ഡെലിവറി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഓപ്ഷൻ ചെയ്ത് നോക്കാം. 724 ലെവലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 724 തൊട്ടടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും 720 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ 730 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. നമുക്ക് ആ ലെവൽസ് ചാർട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആദ്യം 730 ലെവൽ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു, ആ ഹൈ മാർക്ക് ചെയ്യാം. അതായത് 728.50ഉം 730 ആണ് ഇപ്പോൾ SBI കാർഡിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ദിവസം ഈ 728.50, 730 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ 730 ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അപ്പ് സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് 720 വീണ്ടും നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുള്ളത്.
അപ്പോൾ ആ ലെവലും നമ്മൾ മാർക്ക് ചെയ്യാം. ഇന്നൊരു ലോ വന്നിട്ടുണ്ടായിരുന്നു 718. ഇപ്പോൾ മാർക്കറ്റിൽ 720 718 സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു 718 720 ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡിന് ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആണെങ്കിൽ 718 ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് ചാർട്ട് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്തത് ബൽറാം ചീനിയാണ്. ന്യൂ ലോങ് പൊസിഷനാണ്. 17.4% ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. വോളിയം 4x ഡെലിവറി 3.2x ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 401 ലെവലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബൽറാം ചീനി. 420 അടുത്തുള്ള സ്ട്രൈക്ക് നോക്കാം. അപ്പോൾ 400 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 400 ലെവൽ മാർക്ക് ചെയ്യാം. ഇന്നിവിടെ ഒരു ലോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ ലെവലും മാർക്ക് ചെയ്യാം. അപ്പോൾ 401 400 ലെവലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ബൽറാം ചീനിൽ സ്ട്രോങ് സപ്പോർട്ട്. ഇപ്പോൾ സപ്പോർട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം ഈ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഒരു അപ്സൈഡ് ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൂടി ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ 400 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് വല്ലതുണ്ടോ നോക്കാം. അടുത്തത് AB ക്യാപിറ്റലാണ്. പക്ഷേ AB ക്യാപിറ്റൽ വോളിയം ഡെലിവറി കുറവാണ്. ഹിൻഡ് കോപ്പറും അതുപോലെ തന്നെ വോളിയം ഡെലിവറിയും കുറവാണ്. ടാറ്റ കെമിക്കലും വോളിയം ഡെലിവറിയും കുറവാണ്. പിന്നെ HDFC ലൈഫിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% താഴെയാണ്. ഇനി ബാക്കിയുള്ള സ്റ്റോക്സിലൊക്കെ 10% താഴെയാണ്. അപ്പോൾ നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ, SBI കാർഡ്, ബൽറാം ചീനി. അപ്പോൾ ഈ 3 സ്റ്റോക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ചാർട്ട് ഓപ്പൺ ചെയ്ത് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.